അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസം പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചും 6 മാസം ഗർഭിണിയായ യുവതി കാറിനകത്ത് വെന്തു മരിച്ച ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ആ ഒരു കാരണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, കാറിന്റെ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിസിറ്റിക്കുള്ള തകരാറ് കൊണ്ടോ ഒന്നും തന്നെയല്ല, അല്ലെങ്കിൽ ഇന്ധന ടാങ്കിലുള്ള ചോർച്ച കൊണ്ടോ ഒന്നും തന്നെയല്ല ആ കാറ് കത്തിയത് എന്ന് തന്നെയായിരുന്നു ഫോറൻസിക് റിപ്പോർട്ട്. ഏതായാലും അതിനുശേഷം വളരെ വലിയ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നു. അതിനുശേഷം കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫോറൻസിക് സംഘത്തിന് സാധിച്ചിരുന്നു. എങ്ങനെ പെട്രോൾ അവിടെ എത്തി എന്നുള്ള അന്വേഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് സോനയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് വളരെ ദാരുണമായ ഒരു സംഭവ ദിവസം തന്നെ അന്ന് വൈകിട്ട് പെട്രോൾ പമ്പിൽ പോയി ഒരു യുവതി പെട്രോളും വാങ്ങി വരുന്ന ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിക്കുകയാണ്. പോലീസ് ആ CCTV ദൃശ്യം നമ്മുടെ സോനയുടെ കുടുംബക്കാരെ കാണിച്ചിട്ട് ഇത് സോന തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു സംഭവത്തിൽ സോന തന്നെയാണ് അത് വാങ്ങിപ്പോയത് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. ഈ ഒരു നിലക്ക് നമുക്ക് 100% നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. സംഭവ ദിവസം സോന പെട്രോൾ വാങ്ങി പെട്രോളിൻ്റെ കാറിൽ വെച്ചിരുന്നു. ആ പെട്രോളിന് തീ പിടിച്ചിട്ട് തന്നെയാണ് ആ കാർ കത്തിയത്. അല്ലാതെ കാറിൻ്റെ അകത്തോ കാറിൻ്റെ എഞ്ചിനോ കാറിൻ്റെ ഷോർട്ട് സർക്യൂട്ടോ ഒന്നും തന്നെ അല്ല അപകട കാരണം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ ഒരു അപകടത്തിൽ തീർച്ചയായിട്ടും ആദ്യം എന്തോ ഒരു സ്ഫോടനമുണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ സോനയുടെ കുടുംബക്കാർ എല്ലാം തന്നെ ഒരു ആരോപണം രജിൻലാലിനെതിരെ ഉന്നയിക്കുകയാണ്. കാരണം ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷേ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ രജിൻലാൽ കല്യാണത്തിന് പിൻവാങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന സോന എന്ന് പറയുന്ന സഹോദരി ഒരു ആത്മഹത്യാ ഭീഷണിയെല്ലാം മുഴക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അതെല്ലാം പിൻവാങ്ങിയതിന് ശേഷമാണ് ഇവർ കല്യാണത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രജിൻലാലിന് മറ്റൊരു യുവതിയുമായിട്ട് പ്രണയമുണ്ട് എന്നും അതുകൊണ്ടാവാം രജിൻലാൽ ഈ സഹോദരിയെ തീയിട്ട് കൊന്നത് എന്ന രീതിയിലൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നുമല്ല സത്യമെന്ന് തീർച്ചയായിട്ടും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും മറ്റൊരു രീതിയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സംഭവ ദിവസം സോന എന്ന് പറയുന്ന സഹോദരി നേരിട്ട് ഒരു ക്യാനിൽ CCTV ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. പെട്രോൾ പമ്പിൽ പോകുന്നു, പെട്രോൾ വാങ്ങുന്നു, അത് വണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് 100% ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം കത്തിയ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാനിൻ്റെ ഒരു ടോപ്പ് നമ്മുടെ പോലീസിന് കണ്ടെടുക്കാൻ വേണ്ടിയും സാധിച്ചിട്ടുണ്ട്. ഇനി ആരാണ് തീ കൊളുത്തിയത് എന്ന് മാത്രമേ അറിയാൻ വേണ്ടി ഉള്ളൂ, അത് മാത്രമേ ബാക്കിയുള്ളൂ. അതേസമയത്ത് അപകടം പറ്റിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 65% അപകടം പറ്റിയ മനുഷ്യനാണ് ഈ രജിൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൊഴിയും പോലീസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: കാറിൽ നിന്ന് പെട്രോളിൻ്റെ മണം ലഭിച്ച സമയത്ത് തന്നെ സോനയോട് അദ്ദേഹം ചോദിച്ചിരുന്നു, എന്താണ് പെട്രോൾ മണക്കുന്നത് എന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് പെട്രോൾ അല്ലെങ്കിൽ തീ പടരുന്നതാണ് കണ്ടത് എന്നാണ് രജിൻലാലിൻ്റെ മറുപടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു വാർത്ത തന്നെ നമുക്കൊന്ന് കാണാം. കാറിലേക്ക് പെട്രോൾ എത്തിച്ചിരുന്നു അല്ലെങ്കിൽ പെട്രോൾ കാറിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. അല്ലെങ്കിൽ പെട്രോളുമായി കാറിൽ പോകുന്ന ഘട്ടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. അതിനോട് സപ്പോർട്ടിംഗായി വരുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു സ്ത്രീ പെട്രോളും വാങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ആരാണെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നു. സോന മരിച്ചുപോയതാണ്, സോനയ്ക്ക് ഈ ദുരന്തത്തിൻ്റെ ഇരയായതാണ്. പക്ഷേ ഇതിൽ സോനയുടെ പങ്കും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസിൻ്റെ പരിശോധനയിലുണ്ട്, അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷേ ആ വിവാഹത്തിലും പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രണയത്തിൻ്റെ ഘട്ടത്തിൽ വിവാഹത്തിന് മുന്നേ തന്നെ വിവാഹത്തിലെത്തും മുൻപ് പിന്മാറാൻ രജിൻലാൽ ശ്രമിച്ചിരുന്നു. അതിൽ സോനയ്ക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ. അതിൽ ഒരു ആത്മഹത്യാ ശ്രമവും മറ്റും സോന നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. എന്തായാലും വിവാഹശേഷവും പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ വെള്ളിയാഴ്ച ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു സോന. അന്ന് സോന ഒരു ബന്ധുവിനൊപ്പം പുറത്തു പോയിട്ടുണ്ട്. തിരിച്ച് വരുന്നത് വരെ സോന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ള പോലീസ് വിവരങ്ങൾ അന്വേഷിക്കുന്നു. അന്ന് വൈകിട്ട് ഈ രജിൻലാൽ വീട്ടിലെത്തി 7:30 കൂടിയാണ് അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സോനയെ കൂട്ടുന്നതും തിരികെ പോകുന്ന വഴിക്ക് 2 മണിക്കൂറോളം അവർ ടൗണിലെവിടേക്കോ ചെലവഴിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം, ഈ അപകടാവസ്ഥയിലുള്ള രജിൻലാലിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാറിൻ്റെ പിൻസീറ്റിലായിരുന്നു സോന ഇരുന്നതെന്ന് പറയുന്നു. മാത്രമല്ല, ഒരു പെട്രോളിൻ്റെ മണം തനിക്ക് കിട്ടി. അപ്പോൾ എന്താണ് പെട്രോൾ മണക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും തീ പടർന്നു. ഇതാണ് രജിൻലാൽ നൽകിയിട്ടുള്ള മൊഴി.
എന്തായാലും വിവിധ ഘടകങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കൃത്യമായി ഇന്ന രീതിയിൽ ഇന്നത് എന്ന് പോലീസ് ഇപ്പോൾ ഇഴപിരിച്ച് പറയുന്നില്ല. പക്ഷേ വിവിധ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള തർക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും വാഹനത്തിനുള്ളിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന, നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്കാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. റിജിൻലാൽ യുവതിയെ തീകൊളുത്തി എന്നതിലെല്ലാം തന്നെ ഇപ്പോൾ പര്യവസാനമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം പെട്രോൾ തന്നെയാണ് ആ ഒരു അപകടത്തിന് കാരണം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ്. അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം തന്നെ കാറിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു അന്വേഷണം തന്നെയാണ് യുവതി തലേ ദിവസം എന്ത് ചെയ്തു എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസിന് ഇപ്പോൾ വളരെ സഹായകരമായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അന്ന് വൈകുന്നേരം ഏറെയോടുകൂടി രജിൻലാൽ അവിടെ നിന്ന് സോനയെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം 2-2.5 മണിക്കൂറിന് ശേഷമാണ് ഈ പേരാമ്പ്ര ചെറുവണ്ണൂരിൽ നിന്നും കക്കറമുക്കിലേക്ക് പോകുന്ന സമയത്താണ് കാറിന് തീ പിടിച്ചത്. അദ്ദേഹം ഏകദേശം റിജിൻലാലിൻ്റെ വീട്ടിനോട് അടുപ്പിച്ച് എത്തിയ സ്ഥലത്ത് വെച്ചാണ് ഈ തീകോളം ഉണ്ടാവുന്നതും അതിൽ സാരമായിട്ട് റിജിൻലാലിന് പരിക്കേൽക്കുന്നതും അദ്ദേഹം ഒരു കനാലിലേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന് 65% പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് വളരെ ഗൗരവമായ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ സോനയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും രജിൻലാലിനെതിരെ വരുന്നത്. അദ്ദേഹം നിരന്തരമായി ഈ സഹോദരിയെ പീഡിപ്പിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പ്രഷർ ചെലുത്തിയിരുന്നു എന്നും അതുപോലെ തന്നെ മറ്റൊരു യുവതിയുമായിട്ട് പ്രണയബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരെ രജിൻലാൽ നേരിട്ടു. എന്നാൽ അതൊന്നും പോലീസ് കാര്യമാക്കിയിരുന്നില്ല. കാരണം പോലീസിന് പെട്രോളിൻ്റെ സാന്നിധ്യം കാറിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചതുകൊണ്ട് എങ്ങനെ പെട്രോൾ വണ്ടിയിലെത്തി എന്നായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. ഏതായാലും രജിൻലാൽ പറഞ്ഞിട്ടാണോ സോന പോയി പെട്രോൾ വാങ്ങിയത്, ഇനി അതല്ല സോന സ്വന്തം ഇഷ്ടപ്രകാരം പോയി വാങ്ങിയതാണോ പെട്രോൾ എന്ന് മാത്രമേ ഇനി സ്ഥിരീകരിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഈ പെട്രോളിന് ആര് തീയിട്ടു എന്ന് കൂടി തിരിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സംഭവം സ്വന്തം സോന തന്നെ ചെയ്തതാണോ അല്ലെ രജിൻലാൽ ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ ഒരു അപകടം സ്വയം ഉണ്ടായതല്ല, തീർച്ചയായിട്ടും ആസൂത്രിതമായി സൃഷ്ടിച്ചതാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.